കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? ഈശോ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. അവർ പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റുതൊലയുന്ന ഞാങ്ങണയോ, അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരത്തിനാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെ കാണാനോ? അതോ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവൻ തന്നെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സമയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട നിമിഷം എന്ന രീതിയിൽ ഒരു സമയത്ത് BBC പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ടും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. ഒരു വർഷം അല്ലെങ്കിൽ ഒരു സായം സന്ധ്യയിൽ ഒരു ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും എല്ലാം പൂർത്തീകരിച്ച ശേഷം അവരെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ ആഘോഷിക്കാമെന്ന രീതിയിൽ അവർ ചിന്തയിൽ ആയിരിക്കുകയാണ്. ഇങ്ങനെ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും തങ്ങളുടെ 50ാമത്തെ വിവാഹ വാർഷികം അടുത്തു വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കൂടാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഞെട്ടിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിവാഹ വാർഷികത്തിൻ്റെ അന്ന് എന്തെങ്കിലും നല്ല രീതിയിലൊരു സമ്മാനം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവരുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യ ആദ്യമേ തന്നെ അവൾക്ക് പറ്റുന്ന രീതിയിൽ കുറേ ഒരുക്കങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ആ ഒരുക്കങ്ങൾക്കിടയിൽ ഈ ഭർത്താവിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡയറി കിട്ടുകയാണ്. അങ്ങനെ ഈ ഡയറി തന്നെ ഭർത്താവിൻ്റെ തന്നെയാണോ എന്നുള്ള സംശയത്തിൽ തുറന്നു നോക്കുമ്പോൾ ഒത്തിരിയേറെ അഡ്രസ്സുകൾ കാണുന്നു. അഡ്രസ്സുകൾ പലതും പല രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ആയതുകൊണ്ട് തന്നെ ഒരു ഭാര്യയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. അതിനെ പതിയെ അവർ ഡയറി എടുത്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഓരോ അഡ്രസ്സിലുള്ള ഓരോ ആൾക്കാരെയും കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുകയാണ്. ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം ഓരോ അഡ്രസ്സിലുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു. അവരേത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ഭാര്യ അറിയുന്നത് തൻ്റെ ഭർത്താവിൻ്റേതായിട്ടുള്ള ഒരു വേറിട്ട ഒരു ജീവിതമായിരുന്നു. രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങൾ പതിയെ ഈ ഭാര്യയിലൂടെ വെളിപ്പെട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു ഭാര്യ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ഈ ഒരു കാര്യം അന്നത്തെ BBC-യുടെ തന്നെ റേഡിയോ സ്റ്റേഷൻ നിലയത്തിൽ പോയിട്ട് കാര്യങ്ങൾ പറയുകയും അവർ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാഹ വാർഷിക ദിനത്തിൽ ഈ ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞെട്ടിക്കാൻ ആദ്യം പോകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് ഈ ഭർത്താവിനെ വിളിച്ചിട്ട് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഈ ഭാര്യ പോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും മുൻനിരയിലുള്ള 2 സീറ്റുകളിൽ പോയിരിക്കുമ്പോൾ ആ ഒരു BBC-യുടെ റിപ്പോർട്ടറായിട്ടുള്ള ആൾ ആ ഒരു സദസ്സിനെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു മനുഷ്യനെ തന്നെ ഒരിക്കൽ പോലും ലോകം അറിയരുത് എന്ന് ചേർത്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ ആങ്കർ പറയുന്നതായിട്ട് ഈ ഒരു മനുഷ്യന് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് ആ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഡയറിയിൽ കണ്ടിരുന്ന ഓരോ അഡ്രസ്സും ഈ ഒരു മനുഷ്യൻ നാസി പട്ടാളത്തിലായിരുന്നപ്പോൾ ദുരിതമനുഭവിച്ച ഒത്തിരിയേറെ കുട്ടികൾ, അല്ലെങ്കിൽ പ്രത്യാശയില്ലാതെ ഇനി തൻ്റെ ജീവിതം ഇവിടം തീരും എന്നുള്ള ബോധത്തിലായിരുന്ന
ഒത്തിരിയേറെ കുട്ടികളെ ഈ ഒരു മനുഷ്യൻ രക്ഷിക്കുകയും അവരോരോരുത്തരെയും സുരക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും ചെയ്ത് പിന്നീട് അവരുടെ ജീവിതം സുനിശ്ചിതമെന്ന് ഉറപ്പാക്കിയ ഒരാളായിരുന്നു ഈ ഒരു മനുഷ്യൻ. അങ്ങനെ ഈ ഒരു ആങ്കർ ഓരോ അഡ്രസ്സുകൾ വായിക്കുമ്പോഴും ഓരോ ആൾക്കാരെ പറ്റി പറയുമ്പോഴും ഈ മനുഷ്യൻ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ആ ഒരു സദസ്സ് ഒന്നടങ്കം ഓരോ കാര്യങ്ങളും കഴിഞ്ഞ് ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വെല്ലുവിളിയൊക്കെ ഈ ഒരു ആങ്കർ പറഞ്ഞതിന് ശേഷം ഈ അവിടെ ഇരുന്ന ആങ്കർ ഈ സദസ്സിലിരുന്ന ഈ ഒരു മനുഷ്യനെ വിളിച്ചു ചേർക്കുന്നുണ്ട്. അന്ന് ഈ ഒരു മനുഷ്യനെ എഴുന്നേൽക്കുമ്പോൾ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ BBC റിപ്പോർട്ട് പറയുന്നുണ്ട്, സാർ, നിങ്ങൾ അന്ന് പ്രത്യാശയില്ലാതെ ജീവിച്ച ഓരോരുത്തരും ജീവിതത്തിലേക്ക് പ്രകാശത്തിന്റെ കിരണങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് രക്ഷിച്ചെടുത്ത ആ കുട്ടികളാണ് നിങ്ങളുടെ ചുറ്റിലുമുള്ളത്. സ്നേഹമുള്ളവരെ, ആ ഒരു ഭാര്യ ഞെട്ടിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും എത്രത്തോളം ആ ഒരു മനുഷ്യനെ കണ്ണീരണിയിച്ച നിമിഷമാണ് എന്നുള്ള കാര്യത്തിൽ. കാരണം പ്രത്യാശ ഇല്ലാതെ പോയ ഒരു നിമിഷത്തിൽ ആ ഒരു നാസ്യപ്പെട്ട ആലയത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും സഹനങ്ങളുടെയും ഇടയിൽ ആ ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ ഈ മക്കൾ ഓരോരുത്തരിലേക്കും ചുരിഞ്ഞുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരോരോരുത്തരെയും എത്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലും നമ്മളോട് പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നൂറ്റാണ്ടുകളോളം ആ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലൂടെ ആയിരിക്കാതെ പോയിരുന്ന മക്കളെ അവരോരോരുത്തരും ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നു എന്നുള്ള ബോധ്യത്തിൽ ആ ഒരു പ്രവചനത്തിൽ അവരോരോരുത്തരെയും ഊട്ടി ഉറപ്പിക്കുന്നതാണ് സ്നാപയോഹനാന്റെ ജീവിതം. ഒരുപക്ഷെ സ്നാപയോഹനാൻ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ എത്രത്തോളം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ശിശു തൻ്റെ ഉദരത്തിൽ വെച്ച് കുതിച്ചു ചാടി എന്ന് സുവിശേഷം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആഗമനകാലം 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിച്ച് മുന്നേറാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം തമ്പുരാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും സ്നാപയോഹന്നാൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കാനാഗ്രഹത്തിലായിരുന്നു. മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ ഏറ്റവും വലിയ അനുഭവം പറഞ്ഞു കൊടുക്കേണ്ട ഒരു നിമിഷത്തിൽ അത് ഓരോ നിമിഷവും പറഞ്ഞു കൊടുക്കുമ്പോഴും ചുറ്റുമുള്ള ഓരോ വ്യക്തികളും അതിൻ്റെ അലഭാവത്തിൽ പലപ്പോഴും അത് ഏറ്റെടുക്കാതെ പോകുമ്പോഴും അതിൻ്റെ വേദനയിലായിരിക്കുന്ന ഒരു നിമിഷത്തിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ആ ഒരു നിമിഷത്തിൽ പോലും പ്രത്യാശ അറ്റുപോകാതെ ക്രിസ്തുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സ്നാപയോഹന്നാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയജീവിതത്തിൽ തളർന്നും വേദനിച്ചും നമ്മുടെ ജീവിതയാമങ്ങളിൽ നമ്മൾ അതിരറ്റു പോകുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആവർത്തിച്ചേക്കാം. പക്ഷേ അവിടെയെല്ലാം തിരിച്ചറിയേണ്ടത് ആ ഒരു അതിരറ്റ നിമിഷത്തിലും ആ ഒരു പ്രത്യാശറ്റുപോയ നിമിഷത്തിലും എനിക്ക് എത്രത്തോളം ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ പ്രസംഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ കാത്തിരുന്ന ആളാണോ അതോ വേറെ ആരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കണമോ? അതിന് ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഒരു കോഡായിട്ട് തമ്പുരാൻ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ആ ഒരു സമൂഹത്തിലും ഒരിക്കൽ പോലും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരുന്നു. കാരണം പല മജീഷ്യൻസും അല്ലെങ്കിൽ മന്ത്രവാദികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പലപ്പോഴും ഇതുപോലുള്ള പല കാര്യങ്ങളും അവർക്ക് ഓരോരുത്തർക്കും സാധ്യമായിരുന്നില്ല. തമ്പുരാൻ അവരോരോരുത്തരും ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുമ്പോഴും അസാധ്യമെന്ന് ആ ഒരു സമൂഹവും സംസ്കാരവും തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കാനും കൂടി ഞാൻ കടന്നു വന്നു എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിലേക്ക് പരിശോധിക്കുമ്പോൾ, നമ്മുടെ ഈ ഒരു എളിയ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ഞാൻ എത്രത്തോളം ആ ഒരു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം. നമ്മൾ പ്രത്യാശ ഏറ്റുപോകുമ്പോഴും ആ ഒരു നിമിഷത്തിൽ പോലും ക്രിസ്തുവിനെ കൈപിടിച്ച് അതൊരു കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു ജോലിയിടത്തിലാണെങ്കിലും നമ്മൾ തന്നെ മാറ്റി നിർത്തുന്ന ഒരു ഇടത്തിലാണെങ്കിൽ പോലും എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയും. കാരണം ഓരോ ഭാഗത്തിലും ഓരോ വചനഭാഗത്തിലും തമ്പുരാൻ ആവർത്തിക്കുന്നതും അത് തന്നെയാണ്, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. പലപ്പോഴും ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിൻ്റെ വേദന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ കാത്തിരിക്കണം, ഞാൻ എത്രത്തോളം ആ ഒരു നിമിഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം തന്നെ തമ്പുരാൻ്റെ കൈകളിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു പ്രത്യാശ
പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു മൂന്നാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ആ ഒരു തിരുപ്പിറവിക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഇപ്പോഴും തിരിച്ചറിയേണ്ടത് ഞാൻ എത്രത്തോളം ഈ കാത്തിരിപ്പിന് വേണ്ടി എൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് സ്നാപയോഹന്നാൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അത് സ്നാപയോഹന്നാനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതൊരു തിരിച്ചറിവിലേക്ക് മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ആ ഒരു സമൂഹവും സംസ്കാരവും പലപ്പോഴും ഇതൊന്നും ഒരിക്കൽ പോലും സംഭവിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും ആ ഒരു ജീവിതത്തിൽ നിന്ന് മോചനമില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ്. കാരണം കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടുന്നുണ്ട്, അവർ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, ബധിരരും അല്ലെങ്കിൽ കാണാൻ പറ്റാത്തവരെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഇതുപോലുള്ള രോഗാവസ്ഥയോ ജീവിത സാഹചര്യമോ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ പലപ്പോഴും ചിന്തിച്ചിരുന്നത് അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. അവരേതായിട്ടുള്ള ന്യായങ്ങളും മാനങ്ങളും പലപ്പോഴും കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ പലപ്പോഴും അവർ ഓരോരുത്തരെയും ഒറ്റപ്പെടുത്തുന്നുണ്ട്. കുഷ്ഠരോഗിയുടെ ജീവിതം തന്നെ പറയുമ്പോൾ സുവിശേഷത്തിലും അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഒന്നടങ്കം പറയുന്നുണ്ട്, അവരൊരു മനുഷ്യനായിട്ട് പലപ്പോഴും ജീവിക്കുക പോലും ദുഷ്കരമാണ്. ഒരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അവരെ അവകാശങ്ങളും ന്യായങ്ങളും ഒന്നും അവർ സമൂഹത്തിൽ അംഗീകരിക്കുക പോലുമില്ല. മറ്റുള്ളവർ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ള തോന്നലിൽ ജീവിച്ചു മുന്നേറി പോകണമായിരുന്നു ഒരു കുഷ്ഠരോഗി തൻ്റെ ജീവിതത്തിലൂടെ. സ്നേഹമുള്ളവരെ, ആ ഒരു സമൂഹത്തിൽപ്പെട്ട ഓരോരുത്തർക്കും മോചനവും അവരെ കാത്തിരിപ്പിന് ഒരു അന്ത്യവും കൊടുത്തുകൊണ്ട് ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴും ചുറ്റുമുള്ള ഓരോ വ്യക്തികൾ പറഞ്ഞ് തളർത്തുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുന്നുണ്ടാകാം. നിന്റെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് നീ ഒരിക്കൽ പോലും കരകയറില്ല, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കും നീ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ടാകും. പക്ഷേ അവിടെ എല്ലാം തിരിച്ചറിയേണ്ടത് ഒരു കാത്തിരിപ്പോടുകൂടി ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുങ്ങണം എന്നുള്ള കാര്യമാണ്. ഈ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ തിരിച്ചറിയാം, കാത്തിരിപ്പോടുകൂടി ആ ഒരു വരവിന് വേണ്ടി നമുക്ക് കാതോർക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.